ആവോളം വന്നിക്കുന്നേ. ആധാരം നാനാ ജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനും അരുൾ ചെയ്തു. വേദത്തിനാധാരഭൂതന്മാരി കാണായൊരു ഭൂദേവപ്രവരന്മാർ തദ്വരശാപാദികൾ ധാതൃശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം. വേദജ്ഞോത്തമന്മാർ മഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം. പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജനജ്ഞാനിനാമാദ്യനായുള്ളോരു ഞാൻ. വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേൻ. വേദാന്ത വേദാന്താദി വിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞുണർന്നാവോളം തുണയ്ക്കേണം. സുരസംഹിതിപതി തദനു സ്വാഹാപതി വരദൻ പിതൃപതി നിര്യതി ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രമദഭൂതപതി ശ്രുതിവാക്യാത്മാദിനപതി കേടാനാമ്പതി ജഗതി ചരാചരജാതികളായുള്ളോരും അഗതിയായോരടിയൻ അനുഗ്രഹിക്കേണം. അഹമേ സുഖമേ ഞാൻ അനിശം വന്നിക്കുന്നേ. അഗ്രജൻ മമ സദാം വിദുഷ അഗ്രസേരൻ മൽഗുരുനാഥനേകാന്തവാസികളോടും ഉൾക്കുരുന്നിങ്കൽ വാഴ്ക രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും. ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം 100 കോടി ഗ്രന്ഥം ഇല്ലതു ഭൂമി തന്നിൽ. രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുരിപ്രവനായി വന്നത് കണ്ടുകാതാം. ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു. വീണാപാണിയും ഉപദേശിച്ചു രാമായണം. വാണിയും വാൽമീകി തൻ നാവിന്മേൽ വാണിയിടിനാൾ. വാണിയിടുക ഔവണ്ണമെന്നാവിന്മേലേവം ചൊൽവാൻ നാണമാകുന്നതാനും അതിനെന്താവതിപ്പോൾ വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ലെന്നോർത്ത് ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ. ആധ്യാത്മപ്രദീപമഹമത്യന്തം രഹസ്യമീതധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യ ജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും. ജന്മം കൊണ്ടേ ഭക്തി കൈക്കൊണ്ട് കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവാൻ. എത്രയും ചുരുക്കി ഞാൻ രാമമഹാത്മ്യമെല്ലാം ബുദ്ധിമത്തുക്കളായി ഒരിക്കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലൂടൻ മുഖരായി വന്നുകൂടും. ധാത്രീ ഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാദിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതുമൂലം ദുർഗാഗ്നി മധ്യേ പോകി സപ്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണം. ധാത്രീ മണ്ഡലം തന്നിൽ മാർത്താണ്ഡ കുലത്തിങ്കൽ ധാത്രീന്ദ്രവീരൻ ദശരഥന് തനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മേ മാർത്താണ്ഡാത്മജപുരം പ്രാപിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യം വേദ്യനാം സീതാവതി ശ്രീപാദം വന്ദിക്കുന്നേ. ഉമാമഹേശ്വര സംവാദം. കൈലാസാചരേ സൂര്യകോടി ശോഭിതേ വിമലാലേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ടം പാലലോചനം മുനിസിദ്ധദേവാദിസേവ്യം നീലലോഹിതം നിജകർത്താരം വിശ്വേശ്വരം.
വന്നിച്ചു വാമോത്സംഗെ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി സർവലോകാവാസ സർവേശ്വര മഹേശ്വര സർവശങ്കര ശരണാഗത ജനപ്രിയ സർവദേവേശ ജഗന്നായക കാരുണ്യാബ്ദി അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടുമെന്ന് കേൾപ്പു. ആകയാൽ ഞാനുണ്ടെന്ന് നിന്തിരുവടി തന്നോട് ആകാംക്ഷ പരവശ ചേതസ ചോദിക്കുന്നു. കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവ തത്വം ഉപദേശിച്ചു തരണം. തത്വഭേദങ്ങൾ വിജ്ഞാന ജ്ഞാന വൈരാഗ്യാദി ഭക്തിലക്ഷണം സംഖ്യയോഗ ഭേദാദികളും ക്ഷേത്രോവാസഫലം യാഗാദി കർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിന്തിരുവടിയുരുൾ ചെയ്തു കേട്ടതു മൂലം സന്തോഷമവതാരിൽ ഏറ്റവും ഉണ്ടായി വന്നു. ബദ്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക മൂലം അന്ധത്വം തീർന്നുകൂടി ചേതസീ ജഗൽപതേ. ശ്രീരാമദേവൻ തന്റെ മഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ടോ ജ്ഞാനത്തിൻ പാത്രമെങ്കിൽ കാരുണ്യാമ്പുതി കനിഞ്ഞരുളി ചെയ്തിടണമാരും നിന്തിരുവടി ഒഴിഞ്ഞല്ല ചൊല്ലുവാൻ. ഈശ്വരീ കാത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടീ വണ്ണം ചോദ്യം ചെയ്തതു കേട്ട് തെളിഞ്ഞു ദേവൻ ജഗദാദ്യാനീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു. ധന്യേ വല്ലഭേ വിധി കന്യേ പാർവതി ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവത് ഭക്തിനാഥേ ശ്രീരാമദേവതത്വം കേൾക്കണമെന്നു മനകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം. മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല, ഞാനും നിന്നാളെ കേൾപ്പിച്ചതില്ലാരെയും. ഇതാണതേ അത്യന്തം രഹസ്യമായുള്ളൂ ഒരു പരമാത്മാ തത്വാർത്ഥമറിയിൽ ആഗ്രഹമുണ്ടായതും ഭക്ത്യാതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ.